ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 11-ാം സങ്കീർത്തനം 4-ാം വാക്യം. യഹോവ തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. യഹോവയുടെ സിംഹാസനം സ്വർഗത്തിലാകുന്നു. അവൻ്റെ കണ്ണുകൾ ദർശിക്കുന്നു. അവൻ്റെ കൺപോളകൾ മനുഷ്യപുത്രന്മാരെ ശോധന ചെയ്യുന്നു. ഭൂമിയിലും സ്വർഗത്തിലും യഹോവ ന്യായവിധിക്കായി തൻ്റെ സിംഹാസനം ഉറപ്പിച്ചിരിക്കുന്നു. അവൻ്റെ കണ്ണുകൾ സകലവും കാണുന്നതും കൺപോളകൾ മനുഷ്യനെ യഥാർത്ഥമായി ശോധന ചെയ്യുന്നതുമാണ്. യഹോവയുടെ സർവാധികാരത്തെ സങ്കീർത്തനക്കാരൻ ഈ വാക്യത്തിലൂടെ വ്യക്തമാക്കുന്നു. അവനാണ് സകലത്തെയും നിയന്ത്രിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവനെന്ന് ഒരിക്കലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എല്ലാറ്റിലും ഉയർന്നിരിക്കുന്ന ദൈവിക സിംഹാസനം എല്ലാറ്റിൻ്റെ മേലുമുള്ള യഹോവയുടെ അധികാരത്തെ സൂചിപ്പിക്കുന്നു. ദൈവവൈതനെ വ്യക്തമായും സത്യമായും അറിയുന്ന ദൈവത്തിൽ ശരണം പ്രാപിക്കുവാൻ പ്രേരിപ്പിക്കുന്നു. ദൈവാലയത്തിൽ നിരന്തര സാന്നിധ്യമായിരിക്കുന്ന ദൈവത്തിങ്കിലേക്ക് സമയഭേദം കൂടാതെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ ഓടിയെത്തുവാനുള്ള പ്രേരണയും ഈ ഭാഗത്ത് നൽകുന്നു. പ്രിയ സ്നേഹിതരെ, നിരന്തര സാന്നിധ്യമായി നമ്മോട് കൂടെയുള്ള കർത്താവിൻ്റെ കണ്ണുകൾക്ക് ഒന്നും മറവല്ല. അവൻ്റെ സാന്നിധ്യം എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. പ്രതിസന്ധികളിൽ തളരാതെ അവൻ്റെ സന്നിധിയിൽ നമുക്ക് ഓടിയെത്താം. പ്രാർത്ഥിക്കാം. കർത്താവെ, നിന്നെ മറഞ്ഞ് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന ബോധ്യതയോടെ ജീവിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.